പറഞ്ഞാൽ ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഞാനൊരു വില്ലേജിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ സിംഗിൾ ഡിജിറ്റ് റാങ്ക് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മുടെ സൈലന്റ് ടെക്നിക്കൽ ടീം വളരെ സന്തോഷത്തിലുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഈ അടുത്ത് നടന്ന വർക്ക് സൂപ്രണ്ടന്റ് എക്സാമിന് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 7th റാങ്ക് നേടിയിട്ടുള്ള ആതിര ബാബുരാജ് ആണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡന്റ് ആണ് ആതിര. അപ്പോൾ വളരെ സന്തോഷത്തിലുള്ളൊരു സമയമായിരിക്കില്ലേ ആതിര? തീർച്ചയായും. എനിക്ക് സൈലത്തിൻ്റെ ഫസ്റ്റ് വിക്ടറിയിൽ ഒരു പാട്ടാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഞാൻ അബ്രോഡ് സെറ്റിൽഡ് ആയിരുന്നു. അപ്പം നാട്ടിൽ വന്ന് PSC കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഒരു ബെസ്റ്റ് ചോയ്സ് ആയിട്ട് സൈലം സെലക്ട് ചെയ്തതാണ്. 1-1.5 മാസമൊക്കെ ബ്രേക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ പുറത്ത് പോയി വിസയുടെ ആവശ്യത്തിനൊക്കെ. അപ്പോൾ ഈ ബ്രേക്ക് ഒക്കെ എടുത്ത് പഠിക്കുന്നവർ വിചാരിക്കും നമ്മൾ ആ പഴയ ട്രാക്കിലേക്ക് എത്തുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടാവും. അങ്ങനെ സംശയമൊന്നും വേണ്ട കേട്ടോ. 1.5 മാസമൊക്കെ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണല്ലോ. അപ്പൊ ആ ബ്രേക്ക് എടുത്ത സമയത്തൊക്കെ ഞാൻ ഓഫ്ലൈനിൽ ഹൈബ്രിഡ് ബാച്ച് ആയതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തുള്ള സമയത്തും ഓൺലൈൻ ആക്സസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലാസ് റെഗുലർലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിലില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു. കാരണം ആപ്പ് നമുക്ക് ഡെയിലി നടക്കുന്ന ക്ലാസ് കിട്ടുമായിരുന്നു, എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് ആയിട്ടുള്ള ടച്ച് നമുക്ക് വിടാതെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ ഈ ഇതിലൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയി ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആതിരയുടെ പ്രിപ്പറേഷൻ? നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. അതെ, ഫെബ്രുവരി ഒരു 1st ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കേട്ടോ. സാധാരണ ഫസ്റ്റ് എക്സാം അല്ലെങ്കിൽ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സ്റ്റേജിലുണ്ടല്ലോ, നമ്മൾ ആദ്യം എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ നമ്മളെ റാങ്ക് 3 ഡിജിറ്റിലും ഒക്കെയാണ് വരിക. പിന്നെ അത് നമ്മൾ 2 ഡിജിറ്റിലേക്ക് കൊണ്ടുവന്ന് പിന്നെ അത് 100ന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് പിന്നെയാണ് നമ്മൾ 10ന്റെ ഉള്ളിലേക്ക് എത്തിക്കുക. പക്ഷെ ഈ ഒരു കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരിയിൽ നിന്ന് പിന്നെ ഒരു 6 മന്ത്സിനുള്ളിൽ ഒരു എക്സാം വരുന്നു. ആ എഴുതുന്ന എക്സാമിൽ തന്നെ ഫസ്റ്റ് ഡിജിറ്റൽ റാങ്ക് വാങ്ങുക എന്ന് പറയുമ്പോൾ ഇതേ രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടായി എന്ന് പറയാം. അത്രയും നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. എങ്ങനെയായിരുന്നു എക്സാം എഴുതി തുടങ്ങിയപ്പോൾ? ആദ്യം തന്നെ നല്ല മാർക്കിലായിരുന്നു അതോ മാർക്ക് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് വരികയായിരുന്നു? അപ്ഗ്രേഡ് ചെയ്ത് വന്നത് തന്നെയാണ്. കാരണം ആദ്യമൊക്കെ നെഗറ്റീവ്സ് നന്നായിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, പക്ഷേ ഉറപ്പില്ല ചില ആൻസേഴ്സ്. പക്ഷേ നമുക്ക് എഴുതാനുള്ള ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ സൈലത്തിൽ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവ്സ് മാക്സിമം കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇപ്പോൾ നമ്മൾ ഒരുപാട് ഓൺലൈൻ ബാച്ചസ് ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സൺഡേ ബാച്ച് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓവർസിയർ സൺഡേ ബാച്ച് ഉണ്ട്. അതേപോലെ ഓവർസിയറിന്റെ എക്സാമുകൾ ഈ വർഷത്തിൽ മാത്രമല്ല, ഇനി അടുത്ത വർഷവും ഒരുപാട് എക്സാംസ് നമുക്ക് വരാനുണ്ട്. അത് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഓവർസിയർ ബാച്ചസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ആ കുട്ടികളോട് എങ്ങനെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഈ ഒരു 6 മന്ത്സിൽ ഫസ്റ്റ് ഡിജിറ്റിൽ വന്നാക്ക് പറയാനുള്ളത്? ഓഫ്ലൈൻ ബാച്ചിലായതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ആവുന്ന സമയത്ത് ആ ടൈമിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അത് സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് രാവിലെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മോർണിംഗ് ടു ഈവനിങ് ടൈം നമ്മൾ പൂർണ്ണമായിട്ടും പഠിത്തത്തിന് വേണ്ടിയിട്ട് തന്നെ സ്പെൻഡ് ചെയ്യും. പിന്നെ ഈവനിങ്ങിൽ OMR ടെസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ OMR ബബിൾ ചെയ്യുന്നതിന് നമ്മുടെ ക്ലാസ്സിൽ തന്നെ കുറേ പേർക്ക് ഈവൺ എനിക്ക് പോലും സ്പീഡിൽ ചെയ്യുമ്പോൾ ആ ബബിൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇതാക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒക്കെ നെഗറ്റീവ് ഇതുണ്ടായിരുന്നു. പക്ഷേ അത് കറക്റ്റായിട്ട് ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ OMR ബബിൾ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ടൈമും കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ആ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാലും OMR മാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ആ പ്രാക്ടീസും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എക്സാംസ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ പല കൺഫ്യൂഷൻ സ്റ്റേജിലായിരിക്കും അല്ലേ? കുറച്ചൊരു ഗ്യാപ്പ് വന്ന ആൾക്കാർക്ക് ഇനി അത് എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ചില ആൾക്കാരാണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങനെ എന്ത് ബുദ്ധിമുട്ട് ചിലർ വർക്ക് ചെയ്യുന്നുണ്ടാവും. വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ പറയുക എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഏത് സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പ്രിപ്പറേഷനെ അത് ബാധിക്കില്ല. കാരണം നമുക്ക് ഒരുപാട് ബാച്ചസ് ഉണ്ട്. അതേപോലെ പഠിച്ച് എന്താ പറയുക റാങ്ക് വാങ്ങിയ ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആതിര ക്ലാസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പം എല്ലാ കാര്യവും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ട്രൂ ഇൻസ്പിറേഷൻ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാമിന് ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ഡിജിറ്റ് റാങ്ക് എന്നുള്ള ഒരു നേട്ടം വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ എനിവേ ഒന്നുകൂടെ ഞാൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ആതിരയെ മുൻനിർത്തിക്കൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഓൾ. താങ്ക് യു.